ഹായ് ഹലോ ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി പണി നടക്കുന്ന ബിൽഡിങ്ങിൽ കുടുങ്ങിക്കിടക്കുകയാണ് കേട്ടോ. ശ്രുതിയെ കാണാത്തതിനാൽ അമ്മായിയും പ്രീതിയും വിഷമത്തിൽ നിൽക്കുമ്പോൾ ശ്യാം അങ്ങോട്ട് വരികയാണ്. ശ്രുതിയെ പറ്റി ഒരു വിവരവും കിട്ടിയില്ലല്ലോ, അവൾക്ക് എന്തെങ്കിലും പറ്റി കാണുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് ഓഫീസ് വരെ പോയി നോക്കാം, അല്ലാതെ നമ്മളിവിടെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ലല്ലോ എന്നൊക്കെ പ്രീതി ശ്യാമിനോട് ചോദിക്കുകയാണേ. ശ്രുതിയുടെ ഓഫീസ് നമ്പർ എൻ്റെ കയ്യിലുണ്ട്, അതിലേക്കൊന്ന് നമുക്ക് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ശ്യാം പ്രീതിക്ക് നമ്പർ കൊടുക്കുകയാണ്. അതിൽ പ്രീതി വിളിക്കുന്നുണ്ട്, ഒരു സെക്യൂരിറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ പ്രീതി പറയുന്നുണ്ട്, ഞാൻ ശ്രുതിലക്ഷ്മിയുടെ ചേച്ചിയാണ്. ശ്രുതിലക്ഷ്മി ഉണ്ടോ അവിടെ എന്ന് ചോദിക്കുമ്പോൾ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞല്ലോ, ഇവിടുന്ന് എല്ലാവരും പോയി കഴിഞ്ഞു എന്ന് പറയണേ സെക്യൂരിറ്റി. ശ്രുതി മേഡത്തെ അശ്വിൻ സാറ് വേറെന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. മേഡം പിന്നീട് ഇങ്ങോട്ട് വന്നതേ ഇല്ല എന്ന് പറയുമ്പോൾ ശ്രുതി ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല, ഇവിടെ ഞങ്ങളെല്ലാവരും പേടിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു ഉപകാരം ചെയ്യണം, അശ്വിൻ്റെ പേഴ്സണൽ നമ്പർ തരാൻ വേണ്ടിയിട്ട് പറയാണ് പ്രീതി. സാറിൻ്റെ നമ്പർ തരാൻ പറ്റില്ല, അതാർക്കും കൊടുക്കരുത് എന്ന് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യമായതുകൊണ്ട് ഞങ്ങൾ വിഷമിച്ചിരിക്കുന്നതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ സാറിൻ്റെ വീട്ടിലെ നമ്പർ തരാം, അവിടേക്ക് വിളിച്ചു ചോദിച്ചാൽ മതി. പക്ഷെ നമ്പർ ഇവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ഒരിക്കലും ദയവ് ചെയ്ത് പറയരുത് എന്ന് തന്നെ പറയണേ പ്രീതിയോട്. തുടർന്ന് ശ്രുതി ആണെങ്കിൽ പേടിച്ച് വിറച്ചൊരു മൂലയിലിരിക്കുകയാണ്. തൻ്റെ കഴുത്തിലുള്ള ബാഡ്ജൊക്കെ ഊരി വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഓരോരോ പട്ടിക കഷ്ണങ്ങളായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് അവളുടെ അടുത്തേക്ക്. അവൾ പേടിച്ച് കരഞ്ഞിട്ട് ഒരു ഭ്രാന്തിയെ പോലെ ആയിട്ടുണ്ട് ഏകദേശം. പിന്നീട് കാണിക്കുന്നത് അശ്വിൻ്റെയും മുത്തശ്ശിയുടെയും കാര്യമാണ്. അശ്വിൻ വന്നിട്ട് എന്താ അർത്ഥം ഇതിനൊക്കെ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ, അർത്ഥമോ, നിനക്ക് എന്തിൻ്റെ അർത്ഥമാണ് അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശി. എന്തിനാ ലാവണ്യയൊക്കെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ആവശ്യമുണ്ടായിട്ട് വിളിച്ചു വരുത്തി, എന്താ നിനക്ക് ഇഷ്ടമായില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശി. നീയും അവളുമായുള്ള ബന്ധം അറിയാൻ വേണ്ടി തന്നെയാണ് ലാവണ്യയെ വിളിച്ചു വരുത്തിയത്. ഇവിടെ അത് എല്ലാവർക്കും അറിയാമായിരുന്നു, പക്ഷേ എന്നോട് മാത്രം മറച്ചു വെച്ചു എന്ന് പറയാണ് കേട്ടോ മുത്തശ്ശി. കുഞ്ഞാ, നീ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണിനെ പറ്റി എനിക്കൊരു ധാരണയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പെണ്ണിനെ തന്നെയാണോ നീ കണ്ടെത്തിയത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയണേ മുത്തശ്ശി. ഇത് കേൾക്കുമ്പോൾ അശ്വിന് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഞാൻ ആരെ കല്യാണം കഴിക്കണം എന്നത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ജീവിത പങ്കാളി എങ്ങനെയുള്ള ആളായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടതും ഞാനാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഞെട്ടാണ് കേട്ടോ. മുത്തശ്ശി ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. ഈ വീട്ടിലേക്ക് ഏത് പെൺകുട്ടി വന്ന് കയറണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഈ വീട്ടിലെ മുതിർന്ന ആളായ എനിക്കാണെന്ന് പറയുമ്പോൾ അപ്പോൾ അശ്വിനൊന്ന് തല താത്തി പോകുന്നുണ്ട്. എന്താ, നിനക്കതിൽ തർക്കമുണ്ടോ? ഇതിന് മറുപടിയായി നീ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിലൊന്നും ഒരു ഇതുമില്ല എന്ന് പറയണേ മുത്തശ്ശി. നിൻ്റെ തീരുമാനത്തിന് വിട്ടുതരാൻ ഇത് നിൻ്റെ ബിസിനസ് സ്ഥാപനമൊന്നുമല്ല, ഇത് കുടുംബമാണ്. ഇവിടെ എന്നെക്കാൾ ഉത്തരവാദിത്വം നിനക്ക് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ് കേട്ടോ മുത്തശ്ശി. ഇത് കേൾക്കുമ്പോൾ അശ്വൻ പറയുന്നുണ്ട്, മുത്തശ്ശി ഇതെൻ്റെ വിവാഹക്കാരിയാണ്, ആരെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കില്ലെന്നാണോ മുത്തശ്ശി പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് അവകാശമൊക്കെ ഉണ്ട്, നിൻ്റെ വധുവായിട്ട് വരുന്നവൾ എങ്ങനെയുള്ളവളാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിന്നെപ്പോലെ എനിക്കും ഉണ്ടെന്ന് പറയണേ മുത്തശ്ശി. ആ കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് മുത്തശ്ശി പറയുമ്പോൾ അശ്വിന് ദേഷ്യം പിടിച്ചിട്ട് സോഫയിൽ നിന്ന് എണീക്കുകയാണ്. നീ അവിടെ ഇരിക്കി, എനിക്ക് സംസാരിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ ഭീഷണിപ്പെടുത്തണ പോലെ സംസാരിക്കുകയാണ് കേട്ടോ. അശ്വിനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. തുടർന്ന് പ്രീതി ശ്രുതിയുടെ ബോസിൻ്റെ വീട്ടിലെ നമ്പർ കിട്ടിയിട്ടുണ്ട്, ഇതിലൊന്ന് വിളിച്ചു നോക്കിയെന്ന് പറയാൻ കേട്ടോ ശ്യാമിനോട്. ശ്യാം ഫോൺ മേടിക്കുന്നില്ല. അവർക്കെങ്ങനെ ശ്രുതിയെ പറ്റി അറിയാം? വീട്ടിൽ വിളിച്ച അയാളുടെ നമ്പറെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ, ഒന്ന് വിളിക്കുക സാർ പ്ലീസ് എന്ന് പറയണേ ശ്യാമിനെ നോക്കിയിട്ട്. അങ്ങനെ ഫോൺ വാങ്ങി സംസാരിക്കാൻ ഒരുങ്ങാണ് ശ്യാം. എന്നിട്ട് ചെവിയിലൊക്കെ വെച്ച് വല്ലാതൊരു പരിങ്ങലുണ്ട് കേട്ടോ ചങ്ങായിക്ക്. എന്നിട്ട് പ്രീതിയോട് പറയുന്നുണ്ട്, ഫോൺ വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ലല്ലോ, ഇതോ ബിസി ആണെന്ന് തോന്നുന്നു, ഞാനൊന്ന് ട്രൈ ചെയ്യാം, എപ്പോഴെങ്കിലും എടുത്താലോ എന്ന് പറയണേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിൻ്റെ ഭാഗം തന്നെയാണ്. അങ്ങോട്ടേക്ക് മനോരമ എത്താണ്. അശ്വിൻ മോനെ, നിന്നെ കാണാൻ ഏതോ ഒരു ഗേൾ വന്നു എന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അശ്വിനൊന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ അന്നേരം പാർലറിലേക്ക് പോയി. ആരടാ വന്നത്? നിൻ്റെ ലാവണ്യ തന്നെ ആയിരിക്കില്ലേ അറിയണേ മനോരമ. അതേ മരുമോളെ, വന്നത് കുഞ്ഞൻ്റെ കൂട്ടുകാരി ലാവണ്യ തന്നെയാണ് എന്ന് പറയുമ്പോൾ മനോരമ മുത്തശ്ശീനെ കാണാണ് കേട്ടോ.
ഷോ എൻ്റെ മൈ ഗോഡ്, അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? നോ നെവർ മൈൻഡ് എന്ന് പറയാണ് കേട്ടോ മനോരമ. അന്നേരം അഞ്ജലിയും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവരും വന്നല്ലോ, ഇത്രയും കാലം എൻ്റെ കണ്ണ് കെട്ടി കളിക്കുകയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശി. കണ്ണ് കെട്ടി കളിക്കാൻ ഇതെന്താ സുന്ദരിക്ക് പൊട്ട് തൊടുന്ന മത്സരമോ? വാട്ട് നോൺസെൻസ് ഈ തള്ള ടോക്കി എന്ന് പറയാണ് കേട്ടോ മനോരമ. തുടർന്ന് പ്രീതി അശ്വിൻ സായിറാമിൻ്റെ ലാൻഡ് ലൈൻ നമ്പർ കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. സാർ ഒന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാം പഴയ പോലെ തന്നെ ഫോൺ വാങ്ങാതിരിക്കുകയാണ് കേട്ടോ. അന്നേരം അമ്മായി പറയുന്നുണ്ട്, എന്താലോചിച്ചിരിക്കുക ശ്യാമോനെ, ഒന്ന് വിളിച്ചന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ വീണ്ടും ശ്യാം വാങ്ങിയിട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് വിളിക്കുന്നുണ്ട്. വീണ്ടും മുന്നേ പറഞ്ഞ പോലെ തന്നെ ബിസിയാണ്, ആരും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. വീണ്ടും പ്രീതിയുടെ കയ്യിലേക്ക് ഫോൺ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പ്രീതി പറയുന്നുണ്ട്, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ എടുത്താലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് അശ്വിൻ്റെ മുത്തശ്ശി എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഞാനൊരു കാര്യം പറയാം. ലാവണ്യ എന്ന പെൺകുട്ടി ഈ വീട്ടിലേക്ക് കയറി വരുന്നത് എനിക്കിഷ്ടമല്ല എന്ന് തന്നെ പറയണേ. ഇങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോൾ ലാൻഡ് ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. പ്രീതി ഫോൺ റിങ് ചെയ്യുമ്പോൾ ശ്യാമിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. റിങ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സാറ് വിളിക്കുക എന്ന് പറഞ്ഞിട്ട്. അശ്വിൻ്റെ വീട്ടിലാണെങ്കിൽ എടുക്കുന്നത് അഞ്ജലിയാണ്. അന്നേരം ശ്യാം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. തുടർന്ന് മനോരമ മുത്തശ്ശിയോടായിട്ട്, അല്ലമ്മേ, എന്തായാലും ആവണ്യ ഈ വീട്ടിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണേ. ഷീ ഈസ് വെരി ഹാൻസം ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസവും വിവേകവും രണ്ടാണ് മനോരമേ. പഠിപ്പും ചന്തവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മാനവും മര്യാദയും ആയിട്ട് മറ്റുള്ളവരോട് പെരുമാറാൻ ആ കുട്ടിക്ക് അറിയില്ല എന്ന് തന്നെ പറയാണ് കേട്ടോ മുത്തശ്ശി. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അശ്വിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അശ്വൻ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ലാൻഡ് ലൈനും അടിക്കുന്നുണ്ട്. അന്നേരം മനോരമയാണ് കേട്ടോ ഫോൺ എടുക്കുന്നത്. മാഡം, അശ്വിൻ സാറിൻ്റെ വീടല്ലേ എന്ന് ചോദിക്കുമ്പോൾ യെസ്, ഹൂ ആർ യു എന്ന് ചോദിക്കുകയാണ് കേട്ടോ മനോരമ. എന്ത് മാഡം, പ്ലീസ് അശ്വിൻ സാറിൻ്റെ അടുത്തേക്കൊന്ന് ഫോൺ കൊടുക്കുമോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ നോ, ഫസ്റ്റ് യു സേ ഹൂ ആർ യു, ദെൻ ഐ ഡിസൈഡ് യു, ഫോൺ ഗീവ് യു ഓർ ഗീവ് നോട്ട് യു. ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ മനോരമ കണ്ടമുറി ഇംഗ്ലീഷൊക്കെ വെച്ചിട്ട്. അതിനിടയിൽ അശ്വിന് വന്ന കോൾ കുമാറിൻ്റേതായിരുന്നു. അയാൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ധരിപ്പിക്കുന്നുണ്ട്. ഈ ശ്രുതിലക്ഷ്മിയെ പറ്റിയിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ അവിടെ എന്നെ കാണാൻ വന്നിരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ആരെയും കണ്ടില്ല എന്ന് പറയുമ്പോൾ അശ്വിൻ ജസ്റ്റ് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. മനോരമയാണെങ്കിൽ പ്രീതിയോടായിട്ട്, നിങ്ങളുടെ അനിയത്തിയെ കണ്ടുപിടിക്കല്ല വീട്ടിലുള്ളവർക്ക് ജോലി, അവൾ വേഗം തിരിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയാണ് കേട്ടോ പ്രീതിയോട്. എന്നിട്ട് ഫോൺ വയ്ക്കുകയാണ്. അങ്ങോട്ടേക്ക് അശ്വിൻ കയറി വരികയാണ്. അപ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട്, ആരാ ആൻറ്റി വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഏതോ ഒരു ശ്രുതിയോ അല്ലയോ കുഞ്ഞൻ്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്, അവളെ ഇപ്പോൾ കാണാനില്ലെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അശ്വിൻ വീണ്ടും ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന അശ്വിൻ നേരെ ശ്രുതിയാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആരെയാണെന്ന് കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്നും വേഗത്തിൽ നടന്നു പോകുന്നുണ്ട്. വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയാണ്. ശ്രുതി നന്നായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഈശ്വര, എൻ്റെ അന്ത്യം ഇവിടെ വെച്ചിട്ട് തന്നെ ആയിരിക്കും. എന്തൊരു കഷ്ടമാണ് ഇത്. എനിക്ക് എൻ്റെ ചേച്ചിയെ പോലും ഒന്നും വിളിക്കാൻ പറ്റുന്നില്ലല്ലോ, അവരൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ടാകും. ഞാൻ ഇനി എന്ത് ചെയ്യും ഭഗവാനെ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഓരോരോ പട്ടിക കഷ്ണങ്ങളായിട്ട് വീണുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.